ഇപ്പോൾ പ്രസ് സ്റ്റോപ്പിൽ ഇന്ന് കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പനിയൊക്കെ മാറി സെറ്റായി നമ്മുടെ VS അനോജ് എത്തിയിട്ടുണ്ട്. VS അനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരോഗ്യമൊക്കെ സെറ്റല്ലേ? അതെ അതെ, ഒരു ചെറിയ പനി അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പത്രവിശേഷങ്ങൾ നോക്കിയാലോ? അതെ, ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ UP സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ രാജ്യം കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ടിനിടെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഭക്ഷ്യസുരക്ഷാ ബില്ലും ഒപ്പം ഈ പറയുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ RTI ആക്റ്റുമായിരുന്നു. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ലേബർ കോഡിൽ മാറ്റം വരുന്നു. ആ രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ അതിനെ മൊത്തത്തിൽ ഒരു വേറെ തരത്തിലേക്ക് ഒരു ഷിഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് രാജ്യത്ത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നമ്മൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ അത് പ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റം, അതിനെ മൊത്തത്തിൽ റീസ്ട്രക്ചർ ചെയ്യുന്നൊരു മാറ്റത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയതിൻ്റെ അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നത്. കാരണം അത് ലോക്സഭയിലും രാജ്യസഭയിലും വലിയ പ്രതിഷേധത്തിനും വലിയ രീതിയിലുള്ള ഒരു എല്ലാ അർത്ഥത്തിലുള്ളൊരു വിമർശനത്തിനും കാരണമായിരിക്കുന്നു എന്നുള്ളതാണ്. അതേതായാലും വലിയ പ്രാധാന്യത്തിൽ പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഇന്ന് ആ വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനം. ആഞ്ഞടിച്ച പ്രതിപക്ഷം എന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ അവർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് പാർലമെൻറ്റിന് മുന്നിൽ പ്രതിപക്ഷ MP-മാരുടെ പ്രതിഷേധത്തിൻ്റെ പടം സഹിതം വാർത്ത നൽകിയിരിക്കുന്നു. ഇത് മലയാള മനോരമ ഉൾപേജിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്നാം പേജിൽ അവർ 3 കോളം വാർത്ത നൽകിയിരിക്കുന്നു. 4 കോളം വാർത്ത നൽകിയിരിക്കുന്നു. ഒരു കോളത്തിൽ അവർ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളും കൂടെ ചേർത്തിരിക്കുന്നു. മാതൃഭൂമി സമരാഗ്നിയായി ഗാന്ധിജി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗാന്ധി ആ പ്രോജക്റ്റിൻ്റെ പേരിൽ നിന്ന് പോലും മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ രാജ്യം ആ രീതിയിലേക്ക് ഇന്ത്യ സഖ്യം പ്രതിഷേധിക്കുന്നു, മറ്റ് പാർട്ടികൾ പ്രതിഷേധിക്കുന്നു. അതിൻ്റെ വാർത്താ വിശദാംശങ്ങൾ തന്നെ അവർ കൃത്യമായി നൽകിയിട്ടുണ്ട്. അതിൽ മഹാത്മാഗാന്ധിയുടെ പേര് നീക്കിയതടക്കം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പൊളിച്ചു പണിതുള്ള പുതിയ ബില്ലിന് നേരെ പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിഷേധാഗ്നി എന്നാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന തലക്കെട്ടും ഒപ്പം അതിൻ്റെ ഇൻട്രോയും. അതിൽ തൊഴിലുറപ്പ് വധം എന്നാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. തൊഴിലുറപ്പ് വധം, കാരണം ലേബർ കോഡിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കുന്നു. ലേബർ കോഡിൽ അത് ഒട്ടും ലേബർ ഫ്രണ്ട്ലി അല്ല. അതൊരു വേറെ തരത്തിലൊരു ലബോറിയസ് ടാസ്ക്കായിട്ട് ഈ ജീവനക്കാരുടെ തൊഴിലാളികളുടെ വെൽഫെയർ മാറുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ വലിയ വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. ഇപ്പോൾ തൊഴിലുറപ്പും മാറ്റപ്പെടുന്നു. അത് സർക്കാരിൻ്റെ അമിത സാമ്പത്തിക ബാധ്യതയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് വധമെന്ന് ദേശാഭിമാനി തലക്കെട്ടിൽ നൽകിയിരിക്കുന്നു. ഈ വാർത്ത എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ടുണ്ട്. മാധ്യമാണെങ്കിലും സുപ്രഭാതമാണെങ്കിലും ഗാന്ധി നിന്ദയിൽ സഭയ്ക്കുള്ളിലും പുറത്തും രോഷാഗ്നി എന്നാണ് സുപ്രഭാതത്തിൻ്റെ തലക്കെട്ടിൽ പറയുന്നത്. ഒപ്പം ഗാന്ധി പുറത്ത് ഗ്യാരണ്ടിയും എന്നാണ് ചന്ദ്രിക ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ വിവാദ തൊഴിലുറപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്രം എന്ന് അതിൽ പറയുന്നു. ഒപ്പം ഗാന്ധിജിയുടെ പേരിനെ പോലും മോദിക്ക് പേടിയെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഏതായാലും അവർ ചേർത്തിരിക്കുന്നു. ഇത് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയൊരു വാർത്ത. ഒപ്പം ഉൾപേജുകളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ ഈ മസാല ബോണ്ടിൽ EDക്ക് തിരിച്ചടി എന്നുള്ള തരത്തിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള ഇത്, അതായത് ഫെമ ലംഘിച്ചു മസാല ബോണ്ടിൽ എന്നുള്ള EDയുടെ ആരോപണത്തിന് നോട്ടീസ് നൽകിയ, അതായത് ഈ കിഫ്ബിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് കിഫ്ബിക്ക് നൽകിയ നോട്ടീസിന് സ്റ്റേ എന്ന് മസാല ബോണ്ടിൽ EDക്ക് തിരിച്ചടി എന്ന് ദേശാഭിമാനി 12-ാം പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ അവർ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വാർത്ത ഇന്ന് മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ED നോട്ടീസിലെ തുടർ നടപടികൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. കിഫ്ബിയുടെ മസാല ബോണ്ട് എന്നവർ ചേർത്തിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഭൂമി വാങ്ങുന്നത് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനമല്ല എന്ന് അതിൽ പറഞ്ഞിരിക്കുന്നു. അതായത് 3 മാസത്തേക്കാണ് ഹൈക്കോടതി കാര്യം സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തിൽ തന്നെ നൽകിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ
ഈ സാങ്കേതിക സർവകലാശാല VC നിയമനം അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദവും ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഗവർണർ സർക്കാർ പോര് ഈ VC നിയമനത്തിലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരാണെങ്കിലും മമതയാണെങ്കിലും എല്ലാം തന്നെ ബംഗാളിലും ഇപ്പോൾ ബംഗാളിൽ അതായത് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് മുഖ്യമന്ത്രി മതി, ഗവർണർ വേണ്ട എന്നുള്ളൊരു ബില്ല് തന്നെ രാഷ്ട്രപതി ഇപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തില്ല, തിരിച്ചയച്ചിരിക്കുന്ന ഒരു സാഹചര്യം ബംഗാളിലുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ കേരള സർക്കാരും ഗവർണറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചേരിപ്പോരുണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. ഗവർണറും സർക്കാരും വഴങ്ങി. ഡോക്ടർ സിസ തോമസ് സാങ്കേതിക സർവകലാശാല VC, സജീവ് ഗോപിനാഥിനെ ഡിജിറ്റൽ VC ആയി നിയമിച്ചു. സമവായ കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ വാർത്ത മാതൃഭൂമി പ്രധാനപ്പെട്ട തലക്കെട്ടിൽ തന്നെ നൽകിയിട്ടുണ്ട്. വിട്ടുവീഴ്ച എന്ന് അവർ എഴുതിയിരിക്കുന്നു. VC പോരിൽ അതിൽ തലക്കെട്ടിൽ VC പോരിൽ സമനില എന്നാണ് മനോരമ എഴുതിയിരിക്കുന്നത്. KTVയിൽ സിസ ഡിജിറ്റൽ സജീവ് ഗോപിനാഥ് ഇഷ്ടക്കാർക്കായി സർക്കാർ ഗവർണർ ഒത്തുതീർപ്പ് എന്നൊരു മുനവെച്ച ഇത് കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് മലയാള മനോരമ. സുപ്രീം കോടതിയെ മാറ്റി നിർത്താൻ പെട്ടെന്നൊരു ധാരണ എന്നും അവർ അതിനിടയിൽ ആഡ് ചെയ്തിരിക്കുന്ന ആ വാർത്തയിൽ കുറച്ച് ചില കാര്യങ്ങളിൽ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിരിക്കുന്നു. ധാരണ ഇങ്ങനെ: ഈ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക VC ആയിരുന്ന സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാല VC ആയി തുടരുമ്പോഴാണ് KTVയിൽ നിയമനം എന്ന് അതിൽ എഴുതിയിരിക്കുന്നു. ഇത് യോജിപ്പിലെത്താൻ സുപ്രീം കോടതി നിയമിച്ച സെർച്ച് കമ്മിറ്റി ഇന്ന് മുൻഗണനാ ക്രമം നിശ്ചയിച്ച് പട്ടിക കോടതിയിൽ സമർപ്പിക്കാനിരിക്കെയാണ് ഒത്തുതീർപ്പെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് കുറേ നാളത്തെ ഒരു വലിയ തലവേദന തർക്കമായി മാറിയ ഒരു കാര്യവും അതുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു വിഷയവുമാണ്. മാധ്യമത്തിൻ്റെ തലക്കെട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പം മുമ്പ് പോലും സേതു അടക്കം പറഞ്ഞതാണ്. അതായത് നമ്മുടെ IFFKയിൽ സിനിമകൾ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് 19 സിനിമകൾ തടഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നം കേന്ദ്രം തടഞ്ഞു എന്നുള്ള വാർത്തയും ഒപ്പം സർക്കാർ അത് പ്രദർശിപ്പിക്കും എന്ന് തീരുമാനമെടുത്ത കാര്യവും മാധ്യമം പ്രദർശനം തുടരും എന്ന് ആ തലക്കെട്ടോടുകൂടി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. അതിൽ പറയുന്ന കാര്യം കേന്ദ്രത്തിൻ്റെ കത്രിക വെക്കലിന് പ്രബുദ്ധ കേരളം വഴങ്ങില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടെ അതിനകത്ത് ചേർത്തിരിക്കുന്നു. പലസ്തീൻ പാക്കേജ് അടക്കം, മറ്റൊന്ന് ബാറ്റിൽ ഷിപ്പ് ഒട്ടങ്കിം അടക്കം പോലുള്ള 100 വർഷം തികഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കായ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാവുന്ന സിനിമകളടക്കം ഈ ലിസ്റ്റിലുണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ വിമർശനം നിലനിന്നിരുന്നു. ആ വാർത്ത ഒരു പ്രാധാന്യത്തോടു കൂടെ നൽകിയിരിക്കുന്നു. ഒപ്പം ആ വാർത്ത ദേശാഭിമാനിയും അവർ നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയിലും കേന്ദ്രം വെട്ടിയ സിനിമകൾ പ്രദർശിപ്പിക്കുമെന്ന് ദേശാഭിമാനി പറയുന്നുണ്ട്. ഒപ്പം SIRമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനി ഉൾപേജിൽ നൽകിയിരിക്കുന്നു. SIRൻ്റെ കാര്യത്തിൽ, അതായത് ബംഗാളിലെ SIRമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും അവർ പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നു. മാധ്യമവും ആ വാർത്ത നൽകിയിട്ടുണ്ട്. മാധ്യമത്തിൽ പറയുന്നത് SIR ബംഗാളിൽ 58 ലക്ഷം പേർ പുറത്ത് എന്നുള്ള വാർത്ത മാധ്യമം നൽകിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഡെംബലയുടെ FIFA പുരസ്കാരം വലിയ പ്രാധാന്യത്തിൽ പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ബെസ്റ്റ് മാൻ ഡെംബലെ എന്നാണ് FIFA ദ ബെസ്റ്റ് പുരസ്കാരം ഒസ്മാനെ ഡെംബലേക്കും ഐറ്റാന ബോൺമെറ്റിക്കും എന്നുള്ള വാർത്ത. ഈ വാർത്ത മിക്കവാറും പത്രങ്ങൾ വലിയ പ്രാധാന്യത്തിൽ നൽകി എന്നുകൂടെ പറയേണ്ടി വരും. കാരണം ഒപ്പം തന്നെ മാതൃഭൂമി അടക്കം എല്ലാ പത്രങ്ങളും, അതായത് IPL ലേലത്തിൽ കാമറൂൺ ഗ്രീനിന് 25 കോടി, അത് ഗ്രീൻ എനർജി എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയും മനോരമയും ഒപ്പം മാധ്യമവും അത് വലിയ പ്രാധാന്യത്തിൽ നൽകി എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഒപ്പം ഇൻഷുറൻസിൽ 100% വിദേശ നിക്ഷേപം എന്നൊരു വാർത്ത കൗമുദി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ചേർത്തിരിക്കുന്നു. ഇത് ദേശാഭിമാനിയുടെ ഉൾപേജിലും ഉണ്ട്. കാരണം വിദേശ കമ്പനികൾ വിഴുങ്ങുന്നു ഇൻഷുറൻസ് മേഖല എന്ന് ദേശാഭിമാനി ഉൾപേജിൽ പറഞ്ഞിരിക്കുന്നു. ഇതാണ് കൗമുദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഈ വാർത്ത ഇത് നേരത്തെ ഈ രീതിയിൽ ഒരു ബിൽ അവതരിപ്പിക്കപ്പെടും എന്ന് നമുക്കറിയാവുന്നതാണ്. ഇക്കാര്യത്തിൽ ഉള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് ഒരു പ്രാധാന്യത്തോടു കൂടെ നൽകിയൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ജന്മഭൂമിയിൽ മന്ത്രി വാസവന് സർക്കാർ കവചം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തിരുവിതാംകൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ജന്മഭൂമി ഒരു ആരോപണം ഉന്നയിക്കുന്ന തരത്തിലേക്കൊരു വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം പിണറായിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം, CPM-കാരൻ്റെ കൈപ്പത്തിയേറ്റു എന്നൊരു വാർത്തയും ജന്മഭൂമി നൽകിയിരിക്കുന്നു. ഈ ബോണ്ടി ബീച്ച് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഹൈദരാബാദ് ലിങ്കാണ് ഇന്ത്യൻ എക്സ്പ്രസും ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഹിന്ദുവിൻ്റെയും 1-ാം പേജിലെ വാർത്ത ഇതാണ്. ഹൈദരാബാദ് അതായത് അവരുടെ ഒറിജിൻ ആയിരുന്നു നേരത്തെ, പക്ഷേ ഇപ്പോൾ നിലവിൽ
ഇവിടുത്തെ പൗരത്വമല്ല എന്നുള്ളതാണ് ആ വാർത്തയിൽ പറയുന്നത്. ഇത് വലിയ പ്രാധാന്യത്തിൽ ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തിൽ നൽകിയൊരു വാർത്തയാണ്. ആ വാർത്തയ്ക്കും ഒരു പ്രാധാന്യം ഏതായാലും പത്രങ്ങൾ നൽകിയിരിക്കുന്നു. പ്രതികളുടെ വേര് ഹൈദരാബാദിൽ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഏതായാലും നമ്മുടെ സമയം അതിക്രമിക്കുന്നു. ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് സേതു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു.